ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച തുടർ ചർച്ചകൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സൂചന. ഭാരതത്തിലെ US അംബാസിഡർ സെർജിയോ ഗോറാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഫോണിൽ സംസാരിച്ചിരുന്നു. അപൂർവ ധാതുക്കളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും കൈമാറ്റം മുതൽ ആണവ പ്രതിരോധ രംഗങ്ങളിലെ സഹകരണം ഉൾപ്പെടെ ചർച്ചയാകുമെന്നും ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു. ഐസൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാർ എത്രത്തോളം നിർണായകമാണെന്ന് നന്നായിട്ടറിയാം. ഈ ചർച്ചകൾ എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? അടുത്ത മാസം ഉണ്ടാകുന്ന ഈ ചർച്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും ഐസൻ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവെക്കുക? തീർച്ചയായും അശ്വതി, ഈ ചർച്ചകൾ തുടരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലെങ്കിൽ തുടരുമെന്നത് ഫെബ്രുവരിയിൽ നടക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്ന് സംബന്ധിച്ചൊരു ആശങ്കയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഭാരതത്തിനെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്ന അധിക താരിഫ് തന്നെയാണ്. അധിക താരിഫ് ഇപ്പോൾ വീണ്ടും ഒരു 25% കൂടി വർദ്ധിപ്പിക്കുമെന്ന ഒരു സൂചനയും വരുന്നുണ്ട്. നിലവിൽ 50% അധിക താരിഫ് ചുമത്തിയിരിക്കുന്നത്. അത് 25% റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള പിഴ താരിഫും അതുപോലെ തന്നെ പൊതു താരിഫുമായി 50% താരിഫാണ് ഭാരതത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുമത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നൊരു സൂചന നിലനിൽക്കുന്നുണ്ട്. ഇതേ സൂചനയുടെ ഈ 50% ഉയർത്തിയൊരു പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബറിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ വരുന്ന ആ ഡ്യൂ ഡേറ്റിന് അത് നടക്കാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അത് നീണ്ടുപോവുകയും ചെയ്തത്. ഇത് ഫെബ്രുവരിയിൽ നടക്കുമെന്നാണ് സെർജിയോ ഗോർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ എസ് ജയശങ്കർ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല മറ്റു വിശാലമായ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് എസ് ജയശങ്കർ അറിയിച്ചത്. എസ് ജയശങ്കർ മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച ടെലിഫോണിൽ ഇന്നലെ സംസാരിക്കുകയായിരുന്നു. ഇന്നലെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രംഗങ്ങളിൽ, അതായത് ആണവ ഊർജ്ജ രംഗങ്ങളിൽ അതുപോലെ അപൂർവ ധാതുക്കളുടെ വിഷയത്തിലും തീർച്ചയായും ഈ വ്യാപാര ചർച്ച സംബന്ധിച്ചും അതിൻ്റെ ഭാരതത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, ഏത് രീതിയിലാണ് ഭാരതം അക്കാര്യത്തിൽ ഇടപെടുക, സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുകയാണെങ്കിൽ ഈ താരിഫുകൾ, അതായത് പിഴ താരിഫും മറ്റു താരിഫും എല്ലാം തന്നെ ഇല്ലാതാകേണ്ടതുണ്ട്. അത്തരത്തിൽ ഏത് രീതിയിലായിരിക്കും അതിനുള്ള നടപടികൾ ഉണ്ടാവുക എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായൊരു മറുപടി ലഭ്യമാകുക എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായാൽ തീർച്ചയായും വ്യാപാര കരാർ തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ, ചർച്ച ചെയ്യാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ, അത് അടുത്ത മാസം ചർച്ച ആരംഭിക്കുമെന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി കൃത്യമായി ഭാരതം തുടരുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊരു തീർച്ചയായും അത്തരമൊരു നീക്കമൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചൊരു ചർച്ച, നിർണായക ചർച്ചയാണ് ഐസൻ പങ്കുവച്ച വിവരങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നീക്കങ്ങൾ ഇനി എങ്ങനെയാകുമെന്നാണ് കണ്ടറിയേണ്ടത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും എസ് ജയശങ്കറും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. ഒപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ അപൂർവ ധാതുക്കളായിക്കോട്ടെ മറ്റു ഉൽപ്പന്നങ്ങളായിക്കോട്ടെ ഇതിൻ്റെ എല്ലാം കൈമാറ്റം മുതൽ ആണവ പ്രതിരോധ രംഗങ്ങളിലെ സഹകരണം ഇതുൾപ്പെടെ ചർച്ചയാകും. അങ്ങനെയാണ് ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ.